Good afternoon. Good afternoon, all. Okay. Last class we discussed NAB, National Accreditation Board for Hospital and Healthcare Providers. Discuss NAB NAB standards Good afternoon, all. Sorry, last class NAB NAB standards last discuss NAB standards Any standards standards patient centered patient centered standards standards assessment and continuity of care standard for AAC assessment and continuity care standard registration, admission, discharge, transfer, referral സമയത്തെല്ലാം നമ്മൾ കീപ്പ് ചെയ്യേണ്ട കുറച്ച് പ്രോപ്പർ ആയിട്ട് ടേക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ കറക്റ്റ് ആയിട്ട് ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. നമ്മൾ ഓരോ കാര്യങ്ങൾക്കും രജിസ്ട്രേഷന്റെ കാര്യങ്ങളായാലും അഡ്മിഷൻ, ഡിസ്ചാർജ്, ട്രാൻസ്ഫർ, റെഫറൽ പ്രോസസ്സിന് നമ്മളൊരു സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യണം. ആ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. Then patient rights and education. നമ്മുടെ ഈ ഒരു സ്റ്റാൻഡേർഡിൽ പറയുന്നത് എല്ലാ പേഷ്യൻസിനും അവരുടേതായ റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ അവർക്ക് അവരുടെ റൈറ്റ്സ് ഉണ്ട്. അവർക്ക് എന്താണ് അസുഖം അതിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാനുള്ള ഒരു റൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെ കുറിച്ചിട്ടാണ് PRE പറയുന്നത്. കെയർ ഓഫ് ദ പേഷ്യന്റ് ആണ് നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് ആയിട്ട് പറയുന്നത്. ഓരോ പേഷ്യന്റിനും കിട്ടേണ്ട സ്പെഷ്യാലിറ്റീസും കെയറും കാര്യങ്ങളും ആണ് ഈ ഒരു സ്റ്റാൻഡേർഡ് റെഫർ ചെയ്യുന്നത്. ദെൻ മാനേജ്മെന്റ് ഓഫ് മെഡിസിൻസ് ആണ് നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് ആയിട്ട് പറയുന്നത്. നമ്മുടെ മെഡിസിൻസും മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെ മാനേജ് ചെയ്യുന്ന, അതേപോലെ തന്നെ ഓരോ ഇൻഡിവിജ്വൽസിനും അവരുടേതായ സെൻസിറ്റീവ് ഇഷ്യൂസും കാര്യങ്ങളുണ്ടാവും. എല്ലാ ഡ്രഗ്സും എന്താവണമെന്നില്ല, കറക്റ്റ് ആവണമെന്നില്ല. അപ്പോൾ ഡ്രഗ്സിനെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ സൈഡ് എഫക്ട് വരുന്ന അലർജീസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മളുടെ ഹോസ്പിറ്റലിൽ ക്രോസ് ചെക്ക് ചെയ്തതിനു ശേഷം മാത്രമേ ആ പേഷ്യന്റിന് ആ ഡോസേജ് എഴുതാനായിട്ട് പാടുള്ളൂ. ദെൻ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ ഉണ്ട്. ഹോസ്പിറ്റല് നമ്മള് ഹോസ്പിറ്റൽ മുഖേന മറ്റ് ഇൻഫെക്ഷൻ കാര്യങ്ങളൊന്നും സ്പ്രെഡ് ചെയ്യാനായിട്ട് പാടില്ല. അതിനെ കുറിച്ചിട്ടൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി നമ്മളുടെ ഓർഗനൈസേഷൻ്റെ അകത്ത് സേഫ്റ്റിയും കാര്യങ്ങളും ഉറപ്പ് കൊടുക്കണം. പിന്നെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് സ്റ്റാൻഡേർഡ് ഉണ്ട്. ഓരോ ഹ്യൂമൻ റിസോഴ്സിനും അതേപോലെ തന്നെ ഓരോ വ്യക്തിയുടെയും അവർ മീറ്റ് ചെയ്യേണ്ട സ്റ്റാൻഡേർഡ് എന്തെല്ലാമാണ് എന്നാണ് HRM പറയുന്നത്. ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
നമ്മളുടെ എന്താ പറയാ ഓർഗനൈസേഷന്റെ അകത്തുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളും എല്ലാം എങ്ങനെ മാനേജ് ചെയ്യണം, അതെങ്ങനെ കീപ്പ് ചെയ്യണം, അതെങ്ങനെ സേഫ് ആയിട്ട് സ്റ്റോർ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടും. പിന്നെ HMIS വരുന്ന രണ്ട് കാര്യമാണ് സെൻട്രൽ സ്റ്റെറിലൈസേഷൻ സ്റ്റോർ ഡിപ്പാർട്ട്മെന്റ്, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റും അതെങ്ങനെ പ്രോപ്പർ ആയിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ട് സ്റ്റാൻഡേർഡ് ഉണ്ട്. പിന്നെ കണ്ടിന്യൂസ് ക്വാളിറ്റി മാനേജ്മെന്റ്, നമ്മൾ HMIS ഒപ്പം നിന്നുകൊണ്ട് എന്താണ് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സർവീസും കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജ്മെന്റ്, നമ്മുടെ ഹോസ്പിറ്റൽസിന് അവരുടെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അവരുടെ റോൾ ഉണ്ട്, അത് പ്രോപ്പർ ആയിട്ട് ചെയ്യുന്നുണ്ടോ, അവർ അക്കൗണ്ടബിൾ ആണോ, ഉത്തരവാദിത്തോടു കൂടി ആ ഒരു റോൾ അവർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. അപ്പൊ നമ്മള് മെയിൻ ആയിട്ട് നമ്മൾ എത്ര സ്റ്റാൻഡേർഡ്സ് ആണ് ഇപ്പൊ പറഞ്ഞത്? 10 സ്റ്റാൻഡേർഡ്സ് ആണ് സ്റ്റാഫിനുള്ളത്. 100 സ്റ്റാൻഡേർഡ്സ് ഉണ്ടല്ലേ, 10 സ്റ്റാൻഡേർഡ്സ് ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് കേട്ടാ. നമുക്ക് ഓരോന്നായിട്ട് റീഡ് ചെയ്താലോ? ഇതെല്ലാം പേഷ്യന്റ് സെന്റേർഡ് ആണ്. ഓരോ പേഷ്യൻസിന്റെയും അവരുടെ സേഫ്റ്റിയും കാര്യങ്ങളും ഉറപ്പ് നൽകാൻ വേണ്ടിയിട്ടാണ് ഈ ഓരോ സ്റ്റാൻഡേർഡ്സും എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് assessment and continuity of care, AAC standard for. ഈ ഒരു AAC സ്റ്റാൻഡേർഡ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ, നമ്മുടെ ഹോസ്പിറ്റലിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത്, അതേപോലെ അഡ്മിഷൻ, ഡിസ്ചാർജ്, ട്രാൻസ്ഫർ, റെഫറൽ പ്രോസസ് ആർ കവേർഡ് ഇൻ ദിസ് ഗ്രൂപ്പ്. ഈ ഒരു 5 കാര്യങ്ങളാണ് ഈ ഒരു സ്റ്റാൻഡേർഡ് കവർ ചെയ്യുന്നത്. ഈ 5 കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ഈ ഒരു സ്റ്റാൻഡേർഡ് ഫോളോ അപ്പ് ചെയ്യുന്നു. ആൻഡ് പ്രോപ്പർലി ടേക്ക് കെയർ ഓഫ് യൂസിങ് ദ പേഷ്യന്റ് അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം modules of an HMIS, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ പേഷ്യന്റ് അഡ്മിനിസ്ട്രേഷൻ പ്രോപ്പർലി ആണോ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്, പ്രോപ്പർ ആയിട്ട് അവിടെ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് ഈ സ്റ്റാൻഡേർഡ് എന്ത് ചെയ്യുന്നു? ക്രോസ് ചെക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ സ്റ്റാൻഡേർഡ് ഉറപ്പ് നൽകുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ. ഈ സ്റ്റാൻഡേർഡ് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പേഷ്യൻസിനും അതിൻ്റെതായ റൈറ്റ്സും എഡ്യൂക്കേഷനും കിട്ടണം. കാരണം എന്ത് ട്രീറ്റ്മെന്റിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്, എന്തെല്ലാം ഡ്രഗ്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്, അതിന്റെ സൈഡ് എഫക്ട് എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള എഡ്യൂക്കേഷൻ ആർക്ക് നമ്മൾ പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യണം. അതേപോലെ തന്നെ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവരുടെ കൺസെന്റും കൂടി നമ്മൾ എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ PRP പറയുന്നത് പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ് റിലേറ്റിംഗ് ടു ദ കൺസെന്റ് റെക്കോർഡിംഗ് and streaming are an important constituent of this group. The application to making them available across the time and space. അതേപോലെ തന്നെ കൺസെന്റ് റെക്കോർഡ് ചെയ്ത കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ അത് സൂക്ഷിച്ചു വെക്കണം. അതേപോലെ ആപ്ലിക്കേഷൻസും കാര്യങ്ങളും അത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈമില് അവൈലബിൾ ആക്കണം. ആ ഒരു ടൈമിൽ കിട്ടാൻ പറ്റുന്ന രീതിയിൽ നമ്മളത് കെയർ ചെയ്ത് നല്ല കറക്റ്റ് സ്പേസിൽ അത് സേഫ് ആയിട്ട് സൂക്ഷിക്കണം. ഇനി COP പറയുന്നത് കെയർ ഓഫ് പേഷ്യന്റ് ആണ്. ഇതിൽ പറയുന്നത് നമ്മൾ പേഷ്യൻസിനെ എങ്ങനെ കെയർ ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടാണ് ഈ സ്റ്റാൻഡേർഡ് ഡീൽ ചെയ്യുന്നത്. ബൈ യൂസിങ് സ്പെഷ്യാലിറ്റി സ്പെസിഫിക് ക്ലിനിക്കൽ ഫോം സെറ്റ്, ഓരോ പേഷ്യൻസിനും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സ്പെഷ്യാലിറ്റി കെയറിനെ കുറിച്ചിട്ടൊക്കെ എന്തുണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ICT ensure standardized delivery of clinical care across all location and department of hospital. നമ്മൾ ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത് എന്താണ്? നമ്മള് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട ക്ലിനിക്കൽ കെയർ എങ്ങനെയാണ്, അവർക്ക് ഇങ്ങനെ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഡെലിവറിയും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ കൺട്രോൾ ആൻഡ് ടെക്നോളജി ആണ് ഇത് എന്ത് ചെയ്യുന്നത്? എൻഷുർ ചെയ്യുന്നത്. ഈ മാനേജ്മെന്റ് ഓഫ് മെഡിറ്റേഷൻ ആണ്. നമ്മൾ ഹോസ്പിറ്റൽ പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന മെഡിറ്റേഷന്റെ കാര്യങ്ങളിലുള്ള മാനേജ്മെന്റ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ മെഡിസിൻസിനും എല്ലാ പേഷ്യൻസിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല. മേ ബി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവും, അലർജി, ഡ്രഗ് ഇന്ററാക്ഷൻ ഓർ ഇൻഡിവിജ്വൽ സെൻസിറ്റിവിറ്റി പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് നല്ലൊരു HIMS ഉണ്ടെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനിൽ നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? അത് മുൻകൂട്ടി കാണാനായിട്ട് പറ്റും. ഇന്ന ഡ്രഗ്സ് എല്ലാം ഈ ഒരു പേഷ്യന്റിന് അലർജിക് ആണ്, നമുക്ക് അതിന് പകരം മറ്റുള്ള മെഡിസിൻസ് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? പ്രിസ്ക്രൈബ് ചെയ്യാനായിട്ട് പറ്റും. മാനേജ്മെന്റ് ഓഫ് മെഡിറ്റേഷൻ MOM helps care professionals
Healthcare professionals need assistance while choosing a medication from a large list of medicine available with respect to drug interaction and individual sensitivity. നമുക്ക് ഓരോ അസുഖത്തിന് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെഡിസിൻസ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഓരോ പേഷ്യന്റിന്റെയും ഒരു എന്താ പറയുക ഡ്രഗ് ഇന്ററാക്ഷനും അതേപോലെ ഇൻഡിവിജ്വൽ സെൻസിറ്റിവിറ്റി നോക്കിയിട്ട് വേണം നമ്മളത് പ്രിസ്ക്രൈബ് ചെയ്യാൻ. അദ്ദേഹത്തിന് മറ്റു ദോഷങ്ങളൊന്നും വരാത്ത രീതിയിൽ സൈഡ് എഫക്റ്റ് ഒന്നും വരാത്ത രീതിയിലുള്ള മെഡിസിൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, പ്രിസ്ക്രൈബ് ചെയ്യേണ്ടതായിട്ട് വരും. ആൻഡ് ഡെവലപ്പ് ഇലക്ട്രോണിക് മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് റീകൺസിലിയേഷൻ മോഡ്യൂൾസ്. നമുക്ക് നമ്മൾ ഏതൊക്കെ മെഡിസിൻസ് ആണ്, എത്ര ഡോസേജ് ആണ് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് ഇലക്ട്രോണിക്കലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ പറ്റും. ഇന്ന് എല്ലാ ഹോസ്പിറ്റൽസിലും മെഡിക്കേഷൻ കാര്യങ്ങളൊക്കെ ഇലക്ട്രോണിക്കലി ആണ്. കാരണം ഡോക്ടേഴ്സ് തന്നെ എന്ത് ചെയ്യാണ്, ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ്, ഇലക്ട്രോണിക്കലി എൻറ്റർ ചെയ്യാണ്. സോ അവിടെ ഒരു എറർ വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. നമ്മൾ ഹാൻഡ് റിട്ടേൺ ആകുമ്പോൾ അവരുടെ ലാംഗ്വേജ് അല്ലെങ്കിൽ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റാതെ മിസ്റ്റേക്ക്ലി ഡ്രഗ്സിന്റെ ഡോസേജും കാര്യങ്ങളൊക്കെ മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇലക്ട്രോണിക്കലി എൻറ്റർ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു എന്താണ് എറർ വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. നെക്സ്റ്റ് ആണ് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോളർ. ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോളർ HIS ആണ്. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ കൺട്രോളിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഇൻഫെക്ഷൻസ് ഹോസ്പിറ്റൽ വഴി സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ മാക്സിമം ഇമ്മീഡിയറ്റ് ആയിട്ട് എടുക്കേണ്ട സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാം. ഇനി ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി ആണ് FMS. മെറ്റീരിയൽ മാനേജ്മെന്റ് സിസ്റ്റം ആണ്. വിച്ച് ഇൻക്ലൂഡ് ഇതിൽ വരുന്നത് നമ്മുടെ മെറ്റീരിയൽ സ്റ്റോർസ് മാനേജ്മെന്റ്, നമ്മളുടെ എക്യുപ്മെന്റ്സ്, ഡിവൈസ്, അതിന്റെല്ലാം മാനേജ്മെന്റ് കാര്യങ്ങളാണ്. മെറ്റീരിയൽസ് ഇൻക്ലൂഡിങ് മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാനേജ് ചെയ്യണം. അതേപോലെ എക്യുപ്മെന്റ്സിന്റെ സേഫ്റ്റി കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു സ്റ്റാൻഡേർഡിൽ ഉറപ്പ് നൽകുകയാണ് ചെയ്യുന്നത്. Facility management safety, a material management system which includes store management and take care of all process relating to equipments and device life cycle. എല്ലാ എക്യുപ്മെന്റ്സിന്റെയും ഡിവൈസിന്റെയും ലൈഫ് സൈക്കിൾ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അവർക്ക് വേണ്ട റിന്യൂവലും റിപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതെല്ലാം കറക്റ്റ് ആയിട്ടുള്ള ടൈമിൽ തന്നെ നമ്മൾ ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് ആണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. എ സ്റ്റാൻഡേർഡ് ഫങ്ഷണാലിറ്റി മാപ്പിംഗ് to HRM modules in HMIS is necessary to meet this standard. നമ്മൾ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സിനെ നല്ല രീതിയിൽ എഫക്റ്റീവ്ലി എന്ത് ചെയ്യണം, യൂസ് ചെയ്യണം. ഓരോ വ്യക്തിക്കും അവരനുസരിച്ച് ജോബും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യണം. എക്സ്പീരിയൻസ് അനുസരിച്ചൊക്കെ അവർക്ക് എന്ത് ചെയ്യാം, ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ദെൻ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം ആണ്. ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ ഇൻഫർമേഷൻസ് ആണ് നമ്മൾ കെയർ പ്രൊവൈഡേഴ്സിനും നമ്മുടെ മാനേജ്മെന്റ് ഓഫ് ഓർഗനൈസേഷൻ ആസ് വെൽ ആസ് മറ്റ് ഏജൻസീസിനും വേണ്ട ഇൻഫർമേഷൻസും കാര്യങ്ങളും ഏത് മാനേജ്മെന്റ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നു, ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നു, IMS പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പൊ അതിലൂടെ നമുക്ക് ആ പേഷ്യന്റിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കിട്ടും. അതുകൂടാതെ ഇപ്പൊ ഓൾറെഡി ഇൻഫർമേഷൻസ് ഒക്കെ പേഷ്യന്റിനെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇലക്ട്രോണിക്കലി നമ്മൾ ഈ ഒരു ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ പാസ്റ്റ് റെക്കോർഡും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് അവർക്ക് ട്രീറ്റ്മെന്റ് കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ആണ് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ച് തന്നെ നോക്കണം കേട്ടോ. നമ്മള് ഇവിടെ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ കൺട്രോൾ എന്ന് പറയില്ലേ, ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോളിൽ മെയിൻ ആയിട്ട് വരുന്ന 2 ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. അതവിടെ അവിടെ വരുന്നതായിരുന്നു. ബൈ മിസ്റ്റേക്ക് പ്രിന്റിംഗ് മിസ്റ്റേക്ക് കൊണ്ടാണോ എന്നറിയില്ല, തെറ്റിയാണ് പോയിരിക്കുന്നത്. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്താൽ മതി. ഈ 2 കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് HMS മൊഡ്യൂൾസ് കവേഴ്സ് എന്നുള്ളത് ഇതൊന്ന് മാർക്ക് ചെയ്യാമോ? ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോള് മാർക്ക് ചെയ്തോ? ഓക്കെ, അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫെക്ഷൻ കൺട്രോളിന്റെ അവിടെ വരുന്ന പോയിന്റ് ആണ് ബൈ മിസ്റ്റേക്ക് അവർക്ക് ഇവിടെയാണ് വന്നിരിക്കുന്നത്. ടു ഇമ്പോർട്ടന്റ് HMIS
modules which cover the standard covered in session. നിങ്ങൾ സെൻട്രൽ സ്റ്റെറിലൈസേഷൻ ആൻഡ് സ്റ്റോർ ഡിപ്പാർട്ട്മെന്റ്സിനെ കുറിച്ചിട്ടൊക്കെ പഠിച്ചിട്ടുണ്ടാവില്ലേ? CSSD, അതേപോലെ തന്നെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്. ഈ രണ്ട് ഡിപ്പാർട്ട്മെന്റും എന്തിനു വേണ്ടി വർക്ക് ചെയ്യുന്നതാണ്? നമ്മുടെ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോളിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നതാണ് അല്ലെ. അപ്പൊ അവര് മെയിൻറ്റെയിൻ ചെയ്യുന്ന കുറച്ച് സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളുമാണ് ഇതിൽ വരുന്നത്, ഇൻഫെക്ഷൻ കൺട്രോളിൽ വരുന്നത്, HIS വരുന്നത്. സെൻട്രൽ സ്റ്റെറിലൈസേഷൻ ഡിപ്പാർട്ട്മെന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ഉണ്ട്. അതുപോലെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്, ഇൻഫെക്ഷൻ കൺട്രോൾ, എന്തിനേയും ഞാൻ പറഞ്ഞതിലുള്ള മിസ്റ്റേക്ക് ഉണ്ടാവും. ഇൻഫെക്ഷൻ കൺട്രോളിൽ വരുന്ന രണ്ട് സ്റ്റാൻഡേർഡ്സ് ആണ്. ബൈ മിസ്റ്റേക്ക് ആണ് അത് താഴത്താണ് പ്രിന്റ് ചെയ്തത്. ഓക്കെ, അതുകൊണ്ടാണ് ഞാനത് മാർക്ക് ചെയ്ത് തന്നത്. ഇൻഫെക്ഷൻ കൺട്രോളിന്റെ കാര്യത്തില് ഓക്കെ ഓക്കെ അതില്ലേ ഇപ്പോ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറഞ്ഞ നമുക്കൊരു പോയിന്റ് മുകളിലുണ്ട്. എത്രാമത്തെയാണ്? 5th പോയിന്റ് ആണ്. അതിന്റെ ബാലൻസ് പോർഷൻ പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്നത് താഴത്താണ്. നിങ്ങളുടെ ടെസ്റ്റിൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. ചിലപ്പോൾ ടെസ്റ്റിൽ കറക്റ്റ് ആയിട്ടായിരിക്കും പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്നത്. എങ്ങനെയാണ് ടെസ്റ്റില്? ഇതേപോലെയാണോ? ഇങ്ങനെ തന്നെയാണ്. അപ്പൊ ഒന്ന് എഡിറ്റ് ചെയ്ത് മാർക്ക് ചെയ്തിട്ടേക്ക് കേട്ടോ. ഇൻഫെക്ഷൻ കൺട്രോൾ നമ്മള് രണ്ട് ഡിപ്പാർട്ട്മെന്റ് വഴിയാണ് ചെയ്യുന്നത്. ഒന്ന് സെൻട്രൽ സ്റ്റെറിലൈസേഷൻ ആൻഡ് സ്റ്റോർസ് ഡിപ്പാർട്ട്മെന്റ് വഴി, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് വഴിയാണ്. ഈ രണ്ട് ഡിപ്പാർട്ട്മെന്റ്സും മെയിൻറ്റെയിൻ ചെയ്യേണ്ട സ്റ്റാൻഡേർഡ്സ് ആണ് ഇവിടെ പറയുന്നത്, HIS പറയുന്നത്. ഓക്കെ ആണത്? ഇനി കണ്ടിന്യൂസ് ക്വാളിറ്റി മാനേജ്മെന്റ് ആണ്. ആൻഡ് ഇന്റലിജന്റ് of HMIS which is capable of reporting key performance indicators. നമ്മൾ ഈ ക്വാളിറ്റി മാനേജ്മെന്റ് ജസ്റ്റ് ഒരു ടൈമിലേക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ ഒരു ഹോസ്പിറ്റൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. കണ്ടിന്യൂസ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റാൻഡേർഡ് എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം. അപ്പോൾ എന്തെല്ലാമാണ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്നുള്ളതാണ് ഈ ഒരു സ്റ്റാൻഡേർഡിൽ വരുന്നത്. മെയിൻ ആയിട്ടുള്ള കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ചിട്ട് എന്തെല്ലാം ക്വാളിറ്റീസും കാര്യങ്ങളും മാനേജ് ചെയ്യണം എന്നുള്ളതൊക്കെയാണ് ഈ ഒരു സ്റ്റാൻഡേർഡ് പറയുന്നത്. നമ്മൾ ഈ ഓരോ സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചിട്ടും ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് പഠിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ ഓരോ സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചിട്ടും എലാബറേറ്റ് ചെയ്തിട്ട് ഏതൊക്കെയാണ് അത് വരുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ എന്താ പറയാ ഈ ഒരു ചാപ്റ്ററിന്റെ ലാസ്റ്റ് പഠിക്കുന്നുണ്ട്. ഈ 10 എണ്ണത്തിനെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പഠിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പഠിക്കും. അപ്പൊ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ജസ്റ്റ് ആ പോയിന്റ്സും കാര്യങ്ങളും എന്തിനെയാണ് ഡീൽ ചെയ്യുന്നത് മാത്രമാണ് അവർ പറഞ്ഞു പോകുന്നത്. കണ്ടിന്യൂസ് ക്വാളിറ്റി മാനേജ്മെന്റ് പറയുന്നത് നമ്മള് ക്വാളിറ്റി, നമ്മളൊരു സ്ഥാപനം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അവിടെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ക്വാളിറ്റീസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അവർ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ക്വാളിറ്റീസ് ഇൻക്ലൂഡിങ് സർവീസ്, അവര് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിൽ എന്തെല്ലാം ക്വാളിറ്റീസ് ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. ബാക്കി എല്ലാവർക്കും പ്രസന്റേഷൻ കാണാൻ പറ്റുന്നുണ്ടോ? എടാ ഒന്ന് ലെഫ്റ്റ് ആയിട്ട് ഒന്നും കൂടി കയറാൻ പറ്റുമോ? ആൽവിൻ, ആന്റണി ഒന്ന് ലെഫ്റ്റ് ആയിട്ട് ഒന്നും കൂടി ജോയിൻ ചെയ്ത് നോക്കിയേ. Responsibility of management, a modern HMIS is capable of creating a hierarchy of roles. അപ്പൊ ഈ റെസ്പോൺസിബിലിറ്റി മാനേജ്മെന്റ് പറയുന്നത് ഒരു ഹൈറാർക്കിയാണ്. ആരെല്ലാമാണ് എന്തെല്ലാം റോൾസ് ആണ് ചെയ്യേണ്ടത്. പ്രസന്റേഷൻ കാണാൻ പറ്റുന്നുണ്ടോ ആൽവിൻ? ഓക്കെ. അപ്പോ എന്തെല്ലാം റോൾസ് ആണ് നമുക്കറിയാലോ. ടോപ്പ് മാനേജ്മെന്റിന്റെ റോളാണ്, മിഡിൽ മാനേജ്മെന്റ്, അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റ്സിന്റെയും റോൾസ് എന്താണ്, അവരുടെ റെസ്പോൺസിബിലിറ്റി എന്തെല്ലാമാണ് എന്നതാണ് ഈ ഒരു ഇതിൽ വരുന്ന മാനേജ്മെന്റിൽ വരുന്നത്. വിത്ത് റോബസ്റ്റ് റോൾ ബേസ്ഡ് സെക്യൂരിറ്റി റൂൾസ്, ഓരോരുത്തരുടെയും റോൾ അനുസരിച്ച് അവരുടെ സെക്യൂരിറ്റി റൂൾസും കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. thereby ensuring proper accountable hospital management. ഇതുവഴി നമുക്ക് എന്താണ് നല്ലൊരു ഉത്തരവാദിത്തത്തോടു കൂടിയുള്ള ഒരു ഹോസ്പിറ്റൽ മാനേജ്മെന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻഷുർ ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഈ ഒരു പോർഷൻ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ആകുമ്പോൾ ഒന്നും കൂടി പറയും. ആ സമയത്ത് ഞാൻ ഒന്നും കൂടി പറഞ്ഞു തരാം ഈ ടോപ്പിക് കേട്ടോ. ഈ 10 എണ്ണം ഞാൻ ഒന്നുകൂടി പറഞ്ഞിട്ടായിരിക്കും ബാക്കിയുള്ള പോർഷൻസ് എടുക്കുന്നത്.
ഓക്കെ, അത് വരുന്നുണ്ട്, നമുക്കൊന്നുകൂടി റെഫർ ചെയ്യാൻ പറ്റും. ഇനി ബെനിഫിറ്റ്സ് ഓഫ് നാബ് അക്രഡിറ്റേഷൻ ആണ്. ഈ അംഗീകാരം കിട്ടാനായിട്ട് ആർക്കൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് ഉള്ളത്? ഒത്തിരി പേരുണ്ടല്ലേ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണ്? പേഷ്യൻസ് ഉണ്ട്, പേഷ്യൻസ്, ഹോസ്പിറ്റൽസ്, പിന്നെ അതേപോലെ തന്നെ സ്റ്റാഫ്സ്, മറ്റ് ബെനിഫിറ്ററീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവർക്കൊക്കെ എന്തെല്ലാമാണ് ബെനിഫിറ്റ്സ് എന്ന് നമുക്ക് നോക്കാം. Accreditation benefits all stakeholders of a healthcare organization are discussed below. First one, patient ആണ്. Accreditation is most beneficial to patient since it results in high quality of care and patient high quality of care of the patient എന്നാക്കണം കേട്ടോ. ഇവിടെ നിങ്ങൾ ഒരു ഓഫ് ദ പേഷ്യന്റ് എന്നാക്കണേ, ഹൈ ക്വാളിറ്റി കെയർ ഓഫ് ദ പേഷ്യന്റ് എന്നാക്കാണ് നല്ലതായിരിക്കും. ആൻഡ് എന്ന് മാറ്റിയിട്ട് ഇത് ഓഫ് ദ എന്നാക്കാം കേട്ടോ. പേഷ്യന്റ് ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി. അക്രഡിറ്റേഷന് മെയിൻ ബെനിഫിഷ്യറി ആരാണ്? പേഷ്യൻസ് തന്നെയാണ്. അവർക്ക് ഹൈ ക്വാളിറ്റി കെയർ കിട്ടും, അതേപോലെ തന്നെ നല്ല സുരക്ഷ, പേഷ്യന്റ് സേഫ്റ്റി നമ്മൾ ഉറപ്പ് കൊടുക്കുന്നുണ്ട്. പേഷ്യൻസ് എവരിവെയർ ഇൻക്ലൂഡിംഗ് ദോസ് ഇൻ ഡെവലപ്പിംഗ് കൺട്രി. എവിടെയുള്ള പേഷ്യൻസിനായാലും ഈ ഒരു ബെനിഫിറ്റ് കിട്ടണം, ഇൻക്ലൂഡിംഗ് ഡെവലപ്പിംഗ് കൺട്രി. ഹാവ് ദ റൈറ്റ് ടു റിസീവ് ഹൈ ക്വാളിറ്റി കെയർ ഇൻ എ സേഫ് എൻവയോൺമെന്റ്. എല്ലാ സ്ഥാപനങ്ങൾക്കും എല്ലാ പേഷ്യൻസിനും ഇൻക്ലൂഡിംഗ് ഡെവലപ്ഡ് കൺട്രി അങ്ങനത്തെ വേർതിരിവൊന്നുമില്ല, ഏതൊരു പേഷ്യന്റിനും ഹൈ ക്വാളിറ്റി കെയർ കിട്ടാനുള്ള റൈറ്റ്സ് ഉണ്ട്. ഒരു സേഫ് ആയിട്ടുള്ള എൻവയോൺമെന്റിൽ അവർക്ക് വേണ്ട ക്വാളിറ്റി കെയറും ട്രീറ്റ്മെന്റും കിട്ടാനുള്ള റൈറ്റ്സ് ആർക്കുണ്ട്? പേഷ്യൻസിനുണ്ട്. ആൻഡ് ദ നാബ് ഈസ് എ സ്റ്റെപ്സ് ഇൻ ദാറ്റ് ഡയറക്ഷൻ. ഇതിന് വേണ്ട നെസസറി സ്റ്റെപ്സും കാര്യങ്ങളും ആരാണ് ഫോളോ ചെയ്യുന്നത്? നാബ് ആണ് ഫോളോ ചെയ്യുന്നത്. Patient are made aware of their rights. നമ്മുടെ പേഷ്യൻസിന് ഇതിനു വേണ്ടിയിട്ട് പേഷ്യൻസിന് അവരുടെ റൈറ്റ്സിനെ കുറിച്ചിട്ട് അവെയർ ആയിരിക്കണം. എന്തെല്ലാമാണ് പേഷ്യന്റ് റൈറ്റ്സ് എന്നുള്ളത്. ആൻഡ് ദീസ് റൈറ്റ്സ് ആർ റെസ്പെക്റ്റഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ്. ഈ റൈറ്റ്സ് നമ്മൾ റെസ്പെക്ട് ചെയ്യണം, അതേപോലെ തന്നെ പ്രൊട്ടക്ട് ചെയ്യണം. Patient satisfaction is regularly evaluate for quality improvement. നമുക്കറിയാം ഒരു സ്ഥാപനത്തിന്റെ ക്വാളിറ്റി ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. കാരണം ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യും, സാധാരണ സ്ഥാപനത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ റേറ്റിംഗ് ചെയ്യും അല്ലെ, റേറ്റിംഗ് ചെയ്യാറില്ലേ, എങ്ങനെയാണ് സ്ഥാപനം സാറ്റിസ്ഫൈഡ് ആണോ, സർവീസ് സാറ്റിസ്ഫൈഡ് ആണോ അല്ലയോ എന്നൊക്കെ പറഞ്ഞിട്ട് റേറ്റിംഗും കാര്യങ്ങളൊക്കെ ചെയ്യും. അതേപോലെ തന്നെയാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ ക്വാളിറ്റി കൺട്രോളിൽ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. Accreditation thus helps to maintain patient centric approach in healthcare. ഒരു പേഷ്യന്റ് സെൻട്രിക് ആയിട്ടുള്ള അപ്രോച്ച് ആണ് നമ്മൾ ഈ ഒരു അക്രഡിറ്റേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. പേഷ്യൻസിന് വേണ്ട സർവീസും കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യണം, അവരുടെ സേഫ്റ്റി, അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട ക്വാളിറ്റി കെയർ കാര്യങ്ങളാണ്. അവരെ നമ്മള് ഒരു വ്യക്തിയുടെ എന്താണ് ക്വാളിഫിക്കേഷനോ കാര്യങ്ങളോ നോക്കിയിട്ടല്ല ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. എല്ലാ പേഷ്യൻസിനെയും ഈക്വൽ ആയിട്ട് തന്നെ കണ്ട് അവർക്ക് വേണ്ട പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഗുഡ് ഹെൽത്ത് ഔട്ട്കംസ്, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ വരുന്നത് അവർക്ക് പ്രോപ്പർ ആയിട്ട് ഹെൽത്ത് ഔട്ട്കം കിട്ടുന്നുണ്ടോ. ക്ലയന്റ് സാറ്റിസ്ഫാക്ഷൻ, നമ്മുടെ ക്ലയന്റ് സാറ്റിസ്ഫൈഡ് ആണോ നമ്മുടെ സർവീസിൽ. വാല്യൂ ഫോർ ദ മണി, അവർ സ്പെൻഡ് ചെയ്ത മണിക്ക് അവർക്ക് അതിൻ്റെതായ റിട്ടേൺ കിട്ടിയിട്ടുണ്ടോ. ലെസ് ഫ്രസ്ട്രേഷൻ കുറവാണോ വെച്ചാൽ ഒരുപാട് ആ ഒരു സ്ഥാപനത്തിൽ ട്രീറ്റ്മെന്റ് നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആണോ അല്ലയോ എന്നുള്ളതെല്ലാം ഈ ഒരു അക്രഡിറ്റേഷന്റെ ഭാഗമാണ്. ഇവാലുവേറ്റ് ചെയ്യും, അവർക്ക് നല്ല ഔട്ട്കം, ഹെൽത്ത് ഔട്ട്കം കിട്ടിയിട്ടുണ്ട്, നല്ല സാറ്റിസ്ഫൈഡ് ആണ്, അവര് സ്പെൻഡ് ചെയ്ത മണിക്ക് നല്ല ക്വാളിറ്റി സർവീസ് ആണ് കിട്ടിയത്. ഫ്രസ്ട്രേഷനും കാര്യങ്ങളും കുറവാണെങ്കിൽ നമ്മുടെ പേഷ്യൻസ് എങ്ങനെയാണ് നമ്മുടെ സ്ഥാപനം ഹോസ്പിറ്റലിന്റെ സർവീസ് സാറ്റിസ്ഫൈഡ് ആണ്. സോ നമുക്ക് നല്ല ക്വാളിറ്റി എന്ത് ചെയ്യാൻ പറ്റി, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ നല്ല കെയർ, ക്വാളിറ്റി കെയർ നമ്മുടെ പേഷ്യൻസിന് കൊടുക്കാൻ പറ്റി എന്ന് നമുക്ക് പറയാം. അപ്പൊ ആദ്യത്തെ ബെനിഫിഷ്യറി ആരായിരുന്നു? പേഷ്യൻസ് ആയിരുന്നു അല്ലെ. ഇനി അടുത്തതാണ് ഹോസ്പിറ്റൽസ്.
Accreditation of hospital stimulates continuous improvement in its governance, operations, and function. Accreditation എന്തിനെ stimulate ചെയ്യുന്നുണ്ട്? ഹോസ്പിറ്റൽസിന് അവരുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റിനും അവരുടെ ഗവേണൻസ്, ഓപ്പറേഷൻ ഫങ്ഷൻസിനെ എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ ബെറ്റർ ആക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. It enabled hospital to show that they are committed to quality care and patient safety. And this in turn improve the confidence of the community served by the hospital. നമ്മൾ നല്ലൊരു ക്വാളിറ്റി കെയറും അതേപോലെ പേഷ്യന്റ് സേഫ്റ്റി ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തില് നമ്മുടെ കമ്മ്യൂണിറ്റിയില് അല്ലെങ്കിൽ ഹോസ്പിറ്റലുള്ള കമ്മ്യൂണിറ്റിയിൽ നല്ല കോൺഫിഡൻസ് ആയിരിക്കും. ചില ഹോസ്പിറ്റൽസിനെ കുറിച്ചിട്ട് നമ്മൾക്ക് നല്ല കോൺഫിഡൻസ് ആയിരിക്കും. കാരണം ഞാൻ അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ക്വാളിറ്റി കെയർ കൊണ്ടായിരിക്കാം, അതേപോലെ തന്നെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ കാരണമായിരിക്കാം, അവർ പേഷ്യൻസിന് കൊടുക്കുന്ന സേഫ്റ്റിയുടെ ഭാഗമായിരിക്കാം. അപ്പൊ ഹോസ്പിറ്റലിനെ കുറിച്ചിട്ട് നമുക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടാവും, നല്ല ഗുഡ് വിൽ ആയിരിക്കും ഇതുപോലുള്ള സ്ഥാപനങ്ങൾക്ക്. The accreditation also means that hospital is at par with the best and may also provide competitive edge for all over other organization. മറ്റു ഓർഗനൈസേഷനെക്കാളും എന്തുകൊണ്ട് നമ്മളുടെ ഹോസ്പിറ്റൽ തന്നെ സെലക്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രൊവൈഡ് ചെയ്യാത്ത അത്രയും നല്ല കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള സർവീസും കാര്യങ്ങളൊക്കെ നമ്മളുടെ ഹോസ്പിറ്റൽ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ, ബെസ്റ്റ് സർവീസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മളിൽ നിന്ന് പോവില്ല. അല്ലെങ്കിൽ നമ്മുടെ പേഷ്യൻസ് എന്ത് ട്രീറ്റ്മെന്റിനും ഏതൊരു ഇഷ്യൂസ് ഉണ്ടെങ്കിലും ആദ്യം പ്രിഫർ ചെയ്യുന്നത് നമ്മളുടെ ഹോസ്പിറ്റൽ തന്നെയായിരിക്കും. അപ്പൊ അക്രഡിറ്റേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഹോസ്പിറ്റൽസിന് ബെനിഫിറ്റ് ആണ്. ഹോസ്പിറ്റലിന്റെ എന്റർ ഓപ്പറേഷൻ ഫങ്ഷനിങ് ഗവേണൻസിന് അക്രഡിറ്റേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. അതുവഴി നല്ല ക്വാളിറ്റി കെയർ ആൻഡ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. സമൂഹത്തിന് നല്ലൊരു പേര്, നല്ലൊരു കോൺഫിഡൻസ്, നമ്മുടെ ഹോസ്പിറ്റലിനെ കുറിച്ചിട്ട് നല്ലൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനായിട്ട് ഈ ഒരു അക്രഡിറ്റേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേക്ക് ഹോൾഡർ ആണ് സ്റ്റാഫ്. നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തില് നമ്മുടെ ഹോസ്പിറ്റലില് മറ്റ് സ്റ്റാഫുകൾ. അക്രഡിറ്റേഷൻ പ്രൊവൈഡ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ ദ staff of the hospital to be the part of continuous learning process and a good working environment with uniformity in policy. നമുക്കറിയാം ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം റിസ്ക് ഉള്ളൊരു മേഖല തന്നെയാണ്. ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എപ്പിഡമിക്സും കാര്യങ്ങളൊക്കെ ഈസിലി സ്പ്രെഡ് ആവും. സോ നമ്മൾ നല്ലൊരു വർക്കിംഗ് എൻവയോൺമെന്റ് നമ്മുടെ സ്റ്റാഫുകൾക്ക് പ്രൊവൈഡ് ചെയ്യണം. അക്രഡിറ്റേഷൻ പറയുന്നുണ്ട് നമ്മുടെ സ്റ്റാഫുകൾക്ക് എന്തെല്ലാം രീതിയിലുള്ള ഗുഡ് വർക്കിംഗ് കണ്ടീഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടതെന്ന് അവർ സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ് എൻകറേജ് ദ ലീഡർഷിപ്പ് സ്കിൽസ് ഇൻ സ്റ്റാഫ്. ഇത് എന്തിനു കാരണമാകുന്നു? സ്റ്റാഫുകളുടെ ലീഡർഷിപ്പ് സ്കിൽസ്, അവരുടെ ഓവറോൾ സ്കിൽസും കാര്യങ്ങളും ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് പ്രൊവൈഡ് എ സെൻസ് ഓഫ് ഓണർഷിപ്പ് ഓഫ് ക്ലിനിക്കൽ പ്രോസസ്. നമ്മുടെ ഒരു സെൻസ് ഓഫ് ഓണർഷിപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു സർവീസിന് നല്ലൊരു സെൻസ്, നമ്മൾ കറക്റ്റ് ആയിട്ട് അവർക്ക് ഓരോരുത്തർക്കും കറക്റ്റ് ആയിട്ടുള്ള സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നൊരു ഉറപ്പ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഇറ്റ് ഓൾസോ ഫെസിലിറ്റേറ്റ് ഓവറോൾ പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ഓഫ് ക്ലിനിഷ്യൻ ആൻഡ് പാരാമെഡിക്കൽ സ്റ്റാഫ്സ്. നമുക്ക് എന്താണ് മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള നമുക്കറിയാം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റാഫുകൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ എല്ലാവരുടെയും പ്രൊഫഷണൽ ഡെവലപ്മെന്റിന്, ഓവറോൾ പ്രൊഫഷണൽ ഡെവലപ്മെന്റിന് അക്രഡിറ്റേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് ആയിട്ട് അവർക്ക് നല്ല രീതിയിലുള്ള ക്വാളിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതേപോലെ നല്ലൊരു ഗുഡ് വർക്കിംഗ് എൻവയോൺമെന്റ് ഹോസ്പിറ്റലിന് ഇവർക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. എംപെയിൻമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻലിസ്റ്റ് ഓർ എൻറോൾ ആണ്, രജിസ്റ്റർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അക്രഡിറ്റേഷൻ പ്രൊവൈഡ് ആൻ ഒബ്ജക്റ്റീവ് സിസ്റ്റം ഓഫ് എംപെയിൻമെന്റ് ബൈ ഇൻഷുറൻസ് ആൻഡ് അതർ തേർഡ് പാർട്ടി. ചില ഹോസ്പിറ്റൽസിൽ ചില ഇൻഷുറൻസുകൾ കിട്ടും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ചില ഹോസ്പിറ്റൽസിൽ മാത്രമാണ് ചില ഇൻഷുറൻസുകൾക്ക് അംഗീകാരമുള്ളത്. കേട്ടിട്ടുണ്ടോ അത്? കേട്ടിട്ടുണ്ടോ? ചില ഇൻഷുറൻസ് സ്കീമുകൾ ചില ഹോസ്പിറ്റൽസിന് മാത്രമാണ് അംഗീകാരം കിട്ടുന്നത്. അങ്ങനെയുള്ള അംഗീകാരങ്ങൾ അക്രഡിറ്റേഷൻ
കിട്ടും. Okay, accreditation provides access to reliable and certified information on facilities, infrastructure, and level of care. അപ്പോൾ ഇതേപോലുള്ള അക്രഡിറ്റേഷൻ കാരണം നമുക്ക് റിയലബിൾ ആയിട്ടും നമുക്കൊരു ഹോസ്പിറ്റലിൽ വേണ്ട ഫെസിലിറ്റി ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എൻറോൾ ചെയ്യാൻ പറ്റും. ഇൻഷുറൻസ് തേർഡ് പാർട്ടീസ് ഒക്കെ ഉണ്ടാവും, അവരവരുടെ ക്ലെയിമും കാര്യങ്ങളൊക്കെ ചില ഹോസ്പിറ്റൽസിന് അക്രഡിറ്റേഷൻ ഉള്ള ഹോസ്പിറ്റൽസിന് മാത്രമായിരിക്കും ഇൻഷുറൻസ് കമ്പനി എന്ത് കൊടുക്കുന്നത്, ഈ ഒരു എന്താ പറയാ അംഗീകാരം കൊടുക്കുന്നത്. അവർക്ക് മാത്രം ആ ഒരു ഹോസ്പിറ്റൽ വഴി മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്നൊക്കെ പറയും. ഇനി മറ്റ് ബെനിഫിറ്റ്സ് ഉണ്ട്, അക്രഡിറ്റേഷൻ കാരണം മറ്റു ബെനിഫിറ്റ്സ് എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. Accreditation also have many other benefits such as establishment of uniform policy. നമുക്ക് യൂണിഫോം പോളിസി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. എല്ലായിടത്തും ഒരു യൂണിഫോം ആയിട്ടുള്ള പോളിസി, പ്രൊസീജിയർ ആൻഡ് റെക്കോർഡ് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. മെഷർമെന്റ് ഓഫ് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് പെർഫോമൻസ്, നമ്മുടെ പെർഫോമൻസിന്റെ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ലെവൽ ഓഫ് കെയറിന്റെ, അതേപോലെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസും കാര്യങ്ങളൊക്കെ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റും. മാനേജ്മെന്റ് സിസ്റ്റം ആൻഡ് ക്ലിനിക്കൽ സിസ്റ്റം കാര്യങ്ങൾ നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, എസ്റ്റാബ്ലിഷ് ചെയ്യാനും പറ്റും, അത് കൺട്രോൾ ചെയ്യാനും പറ്റും. സിസ്റ്റം ആർ ഓൾസോ മോർ ട്രാൻസ്പാരന്റ് ആൻഡ് ഓപ്പൺ ടു ചേഞ്ച്. നമ്മളുടെ ഹോസ്പിറ്റൽ സിസ്റ്റം എന്ന് പറയുന്നത് കുറച്ചും കൂടി സുതാര്യമാക്കും, എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാവും, കുറച്ചും കൂടി ഓപ്പൺ ടു ചേഞ്ചസ്, പുതുതായിട്ട് വരുന്ന മാറ്റങ്ങൾ അനുസരിച്ച് മാറാനായിട്ട് കേപ്പബിൾ ആയിരിക്കും. എന്നുവെച്ചാല് അക്രഡിറ്റേഷന്റെ ഭാഗമായിട്ട് നമ്മൾ കുറെ ന്യൂ ഫെസിലിറ്റീസും കാര്യങ്ങളും ചിലപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്തതായിട്ട് വരും. അപ്പൊ നല്ലൊരു ഒരു ഫെസിലിറ്റി ആണെങ്കിൽ നമുക്ക് അത് മാറ്റത്തിനനുസരിച്ച് നമുക്ക് കൂടുതൽ പെട്ടെന്ന് മാറാനായിട്ട് പറ്റും. നമ്മൾ പറഞ്ഞത് ബെനിഫിറ്റ്സ് ഓഫ് നാബ് അക്രഡിറ്റേഷൻ ആണ്. അതൊന്ന് വായിച്ചു നോക്കി എല്ലാവരും.
റീഡ് ചെയ്തിട്ട് പറയണം കേട്ടോ. ഓക്കെ, എല്ലാവരും റീഡ് ചെയ്തോ? ഇനി ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ ആണ്. Quality Council of India was established up in 1997 established ചെയ്തത് jointly by the Government of India. Government of India join ചെയ്തിട്ടാണ് ഈ ഒരു Quality Council of India established ചെയ്തത്. And the Indian industry പറയാനുണ്ടോ? Okay. And the Indian industry represented by the 3 premier industry association, more industries കൂടിയാണ് ഈ ഒരു Quality Council of India എസ്റ്റാബ്ലിഷ് ചെയ്ത സമയത്ത് നല്ല രീതിയിൽ ആ ഒരു അസോസിയേഷൻ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഒരുമിച്ച് വന്നത് അസോസിയേഷൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഓഫ് ഇന്ത്യ, ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി, ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി to establish and operate national accreditation structure and promote quality through national quality campaign. അപ്പോൾ ഈ ഒരു Quality Council of India എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിരിക്കുന്ന ഇന്ത്യൻ ഇൻഡസ്ട്രീസ് ഏതൊക്കെയാണ് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്? 3 പ്രീമിയർ ഇൻഡസ്ട്രി അസോസിയേഷൻസ് ആണ് മെയിൻ ആയിട്ട് ഈ ഒരു Quality Council of India സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അസോസിയേഷൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഓഫ് ഇന്ത്യ, Confederation of Indian Industries, Federation of Indian Chamber of Commerce and Industry. ഇതെല്ലാം ഈ ഒരു accreditation, national accreditation Quality Council of India സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ അവർ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം Quality Council of India രജിസ്റ്റർ ചെയ്തത് നോട്ട് ഫോർ പ്രോഫിറ്റ് സൊസൈറ്റി ആയിട്ടാണ്. നമുക്കറിയാം 2 രീതിയിൽ ഒരു കമ്പനിക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. പ്രോഫിറ്റ് ഏർണിംഗ് ആൻഡ് നോൺ പ്രോഫിറ്റ് ഏർണിംഗ്. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയിട്ടാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. Quality Council of India അതിൻ്റെതായ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനും റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഉണ്ട്. The Department of Industry, Policy and Promotion, Ministry of Commerce and Industry മെയിൻ ആയിട്ട് എന്താണ് ഫോക്കൽ ചെയ്തത് ഈ ഒരു Quality Council of India നല്ല രീതിയിൽ ഫോക്കൽ പോയിന്റ് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് ഈ 3 ഡിപ്പാർട്ട്മെന്റും കൂടിയാണ് ഈ ഒരു Quality Council of India നല്ല നേരിട്ടിരിക്കുന്നത്. മെയിൻ ആയിട്ടുള്ള ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഇവർ 3 പേരും കൂടിയാണ് ഈ ഒരു Quality Council of India നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നത്. ഒരു അക്രഡിറ്റേഷൻ ഫെസിലിറ്റി ആണ്. ഇന്റർനാഷണൽ ട്രേഡിന്റെ കാര്യത്തിലായാലും ഗ്ലോബൽ അക്സെപ്റ്റൻസ് ഓഫ് സർട്ടിഫിക്കേഷൻ, അതേപോലെ ഇൻസ്പെക്ഷൻ, ടെസ്റ്റിംഗ് കാര്യങ്ങളിലൊക്കെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സർട്ടിഫിക്കേഷൻ ബോഡിയാണ് ഇത് Quality Council of India എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. Quality Council of India. The Quality Council of India was established up in 1997 jointly by the Government of India. Government of India join ചെയ്തിട്ടാണ് Quality Council of India 1997 established ചെയ്തത്. And the Indian industry represented by the 3 premier industry associations. Indian industries മെയിൻ ആയിട്ട് 3 ഇൻഡസ്ട്രീസും കൂടി ഈ ഒരു അസോസിയേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. Association Chamber of Commerce and Industries of India, Confederation of Indian Industries, and Federation of Indian Chamber of Commerce and Industry to establish and operate national accreditation structure. ഒരു നാഷണൽ അക്രഡിറ്റേഷൻ സ്ട്രക്ചർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് ഇവർ എടുത്തിട്ടുണ്ട്. ആൻഡ് പ്രൊമോട്ട് ക്വാളിറ്റി ത്രൂ നാഷണൽ ക്വാളിറ്റി ക്യാമ്പയിൻ. അത് നാഷണൽ ക്വാളിറ്റി ക്യാമ്പയിൻ വഴി എല്ലാ സ്ഥാപനങ്ങളിലും കറക്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റീസും കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. QCI, Quality Council of India, is registered as a not-for-profit society. Not-for-profit society ആയിട്ടാണ് അത് രജിസ്റ്റർ ചെയ്തത്.
with its own memorandum of association and rules and regulation. നമുക്കറിയാം ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനും അവരുടെ ഫോളോ ചെയ്യേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കാര്യങ്ങളും ഇതെല്ലാം കൊണ്ടാണ് ആ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. The Department of Industrial Policies and Promotion, Ministry of Commerce and Industry, ഇതിൽ 3 പേരുമാണ് മെയിൻ ആയിട്ട് നമ്മളുടെ ഒരു നോഡൽ ഓഫ് മിനിസ്ട്രി ഫോർ QCI. QCIയുടെ ഫോക്കൽ പോയിന്റ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ടുള്ള ഫോക്കൽ പോയിന്റ്, ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത് അക്രഡിറ്റേഷൻ ഫെസിലിറ്റേറ്റ് ഇന്റർനാഷണൽ ട്രേഡ് by the way of establishing equivalence and global acceptance of certification. ഈ അക്രഡിറ്റേഷൻ മെയിൻ ആയിട്ട് ഫെസിലിറ്റേറ്റ് ചെയ്ത് ഇന്റർനാഷണൽ ട്രേഡ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ഇൻഡസ്ട്രിയൽ പോളിസീസും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇതിന് വേണ്ടിയിട്ട് നല്ല ഇക്വലൻസ് എസ്റ്റാബ്ലിഷിംഗ് ഗ്ലോബൽ അക്സെപ്റ്റൻസ് ഓഫ് സർട്ടിഫിക്കേഷൻ നമ്മുടെ ഗ്ലോബലി നമ്മുടെ അംഗീകാരം അല്ലെങ്കിൽ അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ നമ്മുടെ സർട്ടിഫിക്കേഷൻ അതോറിറ്റിയുടെ അംഗീകാരം, സർട്ടിഫിക്കറ്റ് ഇൻസ്പെക്ഷൻസ്, ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഒരു സ്ഥാപനത്തിന് നമ്മൾ അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ് അല്ലെങ്കിൽ അംഗീകാരം കൊടുക്കുകയാണെങ്കിൽ അവർ മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് ഒരു ഇപ്പോ ISO പോലുള്ള സർട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കില്ലേ, കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്ത് ഇൻസ്പെക്ട് ചെയ്ത് പ്രോപ്പർ ആയിട്ട് അത് കറക്റ്റ് ആണെന്ന് മനസ്സിലായാൽ മാത്രമായിരിക്കും അവർ എന്തൊരു സർട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ബീങ് അണ്ടർടേക്കൻ ബൈ various conformity assessment body in the area of quality, environment, food safety, etc. Different areas നമ്മൾ ഒരു ക്വാളിറ്റി കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. നമ്മുടെ എൻവയോൺമെന്റ്, ഫുഡ് ആൻഡ് സേഫ്റ്റി കാര്യങ്ങളിലൊക്കെ നമ്മൾ ഒരു ക്വാളിറ്റി കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യണം. ISO സർട്ടിഫൈഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മിക്ക പ്രൊഡക്റ്റുകളിൽ കാണാറുണ്ട് ISO സർട്ടിഫൈഡ് ആണ്, പ്രൊഡക്റ്റ് ISO സർട്ടിഫൈഡ് ആണ്. അത് ഈ ഒരു സർട്ടിഫിക്കേഷന്റെ ഭാഗമാണ്. അത് സേഫ് ആണ് എന്നുള്ളൊരു സർട്ടിഫിക്കേഷൻ നമുക്ക് യൂസ് ചെയ്യാം, സേഫ് ആണ് എന്നുള്ളൊരു അംഗീകാരമാണ്. The National Quality Campaign aims at promoting quality by enabling manufacturers and suppliers of goods and service. അപ്പം ഈ നാഷണൽ ക്വാളിറ്റി ക്യാമ്പയിൻ കണ്ടക്ട് ചെയ്തെന്ന് പറഞ്ഞു. അത് മെയിൻ ആയിട്ട് പ്രൊമോട്ട് ചെയ്തത് നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്യാനും അവർ സപ്ലൈയേഴ്സ് നല്ല ഗുഡ്സ് ആൻഡ് സർവീസ് സപ്ലൈ ചെയ്യാനും വേണ്ട അവരുടെ മിനിമം ക്വാളിറ്റി അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ്. ടു അപ്ലൈ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ആൻഡ് ടൂൾസ് ആൻഡ് അറ്റ് ദ സെയിം ടൈം empowering consumers to demand quality goods and service. അപ്പോൾ നല്ല രീതിയിൽ ക്വാളിറ്റീസും കാര്യങ്ങളും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൂടെ നമുക്ക് നല്ല കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. അതുവഴി ഇതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ബെറ്റർ മാർക്കറ്റ്, നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസിന് നല്ലൊരു മാർക്കറ്റും കാര്യങ്ങളും അവൈൽ ചെയ്യുക, നല്ല പ്രോപ്പർ ആയിട്ടുള്ള ഒരു മാർക്കറ്റും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് നമ്മുടെ പ്രൊഡക്റ്റിന് നല്ല സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളും വരുന്നതിലൂടെ നമുക്കത് അറ്റൈൻ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ ഡിമാൻഡ് ഓഫ് ക്വാളിറ്റി ഗുഡ്സ് ആൻഡ് സർവീസ്, സെയിം ടൈം എംപവർമെന്റ് ഓഫ് ദി കൺസ്യൂമേഴ്സ് ടു ഡിമാൻഡ് ക്വാളിറ്റി ഗുഡ്സ് ആൻഡ് സർവീസ്. നമ്മളായാലും ISO സർട്ടിഫൈഡ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളായാലും ഏത് പ്രൊഡക്റ്റ് വാങ്ങിക്കുള്ളൂ, ISO സർട്ടിഫിക്കേഷൻ ഉള്ള പ്രൊഡക്റ്റ് ആയിരിക്കും നമ്മളായാലും പർച്ചേസ് ചെയ്യാം. കാരണം എന്താണ്, ആ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഈ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. നമ്മളൊരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ആ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ദ പ്രൊമോഷൻ ഓഫ് ദ ക്വാളിറ്റി encompass all segment comprising manufacturing, health, education and public service. ഈ നമ്മൾ ക്വാളിറ്റി പ്രൊമോട്ട് ചെയ്തെന്ന് പറഞ്ഞു അല്ലെ, ക്വാളിറ്റി നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്ത് അപ്പൊ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അത് എല്ലാ ഏരിയയിലും വന്നു. മാനുഫാക്ചറിങ് ഏരിയയില്, ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ, പബ്ലിക് സർവീസ്, എല്ലാ കാര്യത്തിലും നമ്മളൊരു മിനിമം നല്ലൊരു ക്വാളിറ്റി, ഹൈ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് തുടങ്ങി. അതുവഴിയാണ് നമ്മളുടെ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ അംഗീകാരം കിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കിയത്. ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ ഒന്ന് വായിച്ചേ.
റീഡ് ചെയ്തു എല്ലാവരും. ഇന്ന് നമ്മൾ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ബോർഡിനെ കുറിച്ചാണ് പറയുന്നത്. 38 members of council governs quality council of India. 38 members ആണ് ഇവിടെ ഉള്ളത്, which is responsible for formulating strategies. ഈ കൗൺസിൽ മെമ്പേഴ്സ് ആണ് സ്ട്രാറ്റജീസും കാര്യങ്ങളും ഫോർമുലേറ്റ് ചെയ്യാനായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. ജനറൽ പോളിസീസ്, മോണിറ്ററിംഗ് വേരിയസ് കമ്പോണൻസ് ഇൻക്ലൂഡ് അക്രഡിറ്റേഷൻ ബോർഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റ് കമ്പോണൻസും കാര്യങ്ങളും മോണിറ്റർ ചെയ്യുന്നതുമെല്ലാം ഈ 38 മെമ്പേഴ്സ് ആണ്. The council ensure transparency and credibility amongst the entire system. ഒരു സുതാര്യം അല്ലെങ്കിൽ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു വ്യൂ ആണ് ഈ കൗൺസിൽ എൻഷുർ ചെയ്യുന്നത്. Quality Council of India function through 5 main accreditation boards. 5 accreditation ബോർഡുകൾ വരെയാണ് നമ്മളുടെ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ ഫംഗ്ഷൻ ചെയ്യുന്നത്. അതിൽ വൺ ഓഫ് ദം ആണ് ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള നാബ് എന്ന് പറയുന്നത്. നാബ് അതിൽ ഒരെണ്ണം മാത്രമാണ്, 5 എണ്ണത്തിൽ വൺ ഓഫ് ദം മാത്രമാണ് ഇത് നാബ്, നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്നത്. ഇതിൽ ഫസ്റ്റ് വരുന്നത് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ സർട്ടിഫിക്കേഷൻ ബോഡിയാണ്, NABC. ആ ഒരു ഫുൾ ഫോമും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി വെക്കണം. മെയിൻ ആയിട്ട് ചോദിക്കുന്നത് ഫുൾ ഫോമും കാര്യങ്ങളൊക്കെയാണ്, അത് നോക്കാം. ഫസ്റ്റ് ബോഡിയാണ് ഇത് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ സർട്ടിഫിക്കേഷൻ ബോഡിയാണ്. ഈ സർട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന അസോസിയേഷൻസ് ഉണ്ടാവും, അവർക്ക് വേണ്ട അംഗീകാരം കൊടുക്കുന്നതാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള എന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ISO സർട്ടിഫൈഡ് എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, ഈ ISO പോലുള്ള അതോറിറ്റീസിന് അതിന് വേണ്ട സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നതാണ് ഈ സർട്ടിഫിക്കേഷൻ ബോർഡിന്റെ ഡ്യൂട്ടി. നെക്സ്റ്റ് ആണ് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. നമ്മുടെ എഡ്യൂക്കേഷണൽ എന്താ പറയാ ഓർഗനൈസേഷൻസിന് വേണ്ട അംഗീകാരം കൊടുക്കലാണ് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്ങിന്റെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത്. അടുത്താണ് നാഷണൽ ബോർഡ് ഫോർ ക്വാളിറ്റി പ്രൊമോഷൻ. ഇവിടെ വരുന്നത് നമ്മുടെ ക്വാളിറ്റിയാണ്. നമ്മൾ എന്തെല്ലാം ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം, അതേപോലെ തന്നെ നമ്മൾ എന്തെല്ലാം ക്വാളിറ്റീസും കാര്യങ്ങളാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഒരു നമ്മൾ സ്റ്റാൻഡേർഡ് ഒരു
ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഏതാവട്ടെ, അത് നമ്മൾ എന്ത് ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്, ഫുഡ് സേഫ്റ്റി മാനേജ്മെന്റ് ആവട്ടെ, ഇൻഫർമേഷൻ സെക്യൂരിറ്റി മാനേജ്മെന്റ് ആവട്ടെ, എമർജൻസി മെഡിക്കൽ സർവീസ് ആവട്ടെ, ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റത്തിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ക്വാളിറ്റി എന്താണ് എന്നുള്ളതാണ് നാഷണൽ ബോർഡ് ഫോർ ക്വാളിറ്റി ഫോർ പ്രൊമോഷൻ ഡീൽ ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് നമുക്കറിയാവുന്ന നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് വേണ്ട അംഗീകാരം കൊടുക്കുന്നത്, ഹെൽത്ത് ഹോസ്പിറ്റൽസിന് വേണ്ട അംഗീകാരം കൊടുക്കുന്നതാണ് ഇവര്. നാബ് അടുത്താണ് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ഓഫ് ലബോറട്ടറി. ലാബുകൾക്ക് അംഗീകാരം കൊടുക്കും. ചില ലാബുകളിൽ മാത്രമേ എന്തുള്ളൂ ഈ ഒരു അംഗീകാരം ഉള്ളൂ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സർട്ടിഫൈഡ് ലാബ്സ് ആണ്, കേട്ടിട്ടുണ്ടോ അത്? അല്ലെങ്കിൽ നമ്മൾ ലബോറട്ടറിയിൽ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടായിരുന്നോ ഈ ഒരു ബോർഡിനെ കുറിച്ചിട്ട്? പഠിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കറിയാൻ പറ്റും ചില ലാബുകൾക്ക് മാത്രമേ ഈ ഒരു നാഷണൽ സർട്ടിഫിക്കേഷനിലുള്ള അധികാരമുള്ളൂ. ആ ലാബുകൾക്കുള്ള അംഗീകാരം കൊടുക്കുന്നതാണ് ഈ ഒരു ബോർഡ്. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് കവർ ചെയ്യാനുള്ളത് 5 കോഡുകളാണ്. കോഡുകളുടെ മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ടത് ആ പേര് കറക്റ്റ് ആയിട്ട് നോക്കുക എന്നുള്ളതാണ്. നമുക്ക് ആദ്യത്തെ ബോർഡ് നോക്കാം. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ സർട്ടിഫിക്കേഷൻ ബോഡീസ് ആണ്. അതിന്റെ സിമ്പിളും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ദ ബോർഡ് confers accreditation to numerous certification body. ഒരുപാട് നമ്പർ ഓഫ് സർട്ടിഫിക്കേഷൻ ബോഡീസിന് അംഗീകാരം കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇത് ഫോളോസ് ദ ISO 17011 ഗൈഡ്ലൈൻസ് ഫോർ അക്രഡിറ്റേഷൻ. ISO സർട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കില്ലേ, അതിന്റെ ഒരു ഇതാണ് പറയുന്നത്. ആസ് പെർ ദ അപ്രോപ്രിയേറ്റ് ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻ NACB is a part of international structure of certification and inspection body. ഇതൊരു ഇന്റർനാഷണൽ സ്ട്രക്ചർ ഫോർ സർട്ടിഫിക്കേഷൻ ആൻഡ് ഇൻസ്പെക്ഷൻ ബോഡി ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. The body identifies the requirements for competence of the body executing inspection. ഇവർ എന്ത് ചെയ്യും, ഈ ഒരു ഇൻസ്പെക്ഷൻ കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് അംഗീകാരം കൊടുക്കുകയാണ് ചെയ്യുന്നത്. Additionally, it ensures neutral and steady activities of inspection. അതേപോലെ തന്നെ നമ്മൾ അംഗീകാരം കൊടുത്തു കഴിഞ്ഞാലും വീണ്ടും അവരത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ, കറക്റ്റ് ആയിട്ട് സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നെല്ലാം നോക്കുന്നതും ഈ ഒരു സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്വം തന്നെയാണ് വരുന്നത്. അപ്പൊ ഒരു സർട്ടിഫിക്കേഷൻ ബോഡിയാണ് ഏത് NABCB എന്ന് പറയുന്നത്. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ സർട്ടിഫിക്കേഷൻ ബോഡിയാണ്. സർട്ടിഫിക്കേഷൻ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ബോഡീസിന് കൊടുക്കുന്ന ഒരു അംഗീകാരമാണ് ഏത് NABCB എന്ന് പറയുന്നത്. ഇത് പറയുന്നത് ഇത് ഇന്റർനാഷണലി ഈ ഒരു അംഗീകാരം കൊടുക്കുന്നത് ഒരു സർട്ടിഫിക്കേഷൻ ആൻഡ് ഇൻസ്പെക്ഷൻ ബോഡി ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. NABCB is a part of international structure of certification and inspection ബോഡിയുടെ തന്നെ ഒരു പാർട്ടാണ്. ഇത് അക്രഡിറ്റേഷൻ മെയിൻ ആയിട്ട് റെഫർ ചെയ്യുന്നത് സർട്ടിഫിക്കേഷൻ ബോഡിയാണ്. അപ്പം NABCB ആണ് നമ്മൾ ആദ്യം നോക്കിയത്. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ സർട്ടിഫിക്കേഷൻ ബോഡിയാണ്. അതിന്റെ ഫുൾ ഫോം നോക്കുക. ആർക്കാണ് അവർ അംഗീകാരം കൊടുക്കുന്നത്? സർട്ടിഫിക്കേഷൻ ബോഡീസിനാണ് അവർ അംഗീകാരം കൊടുക്കുന്നത്. ഇത് ഇന്റർനാഷണൽ സ്ട്രക്ചർ ഫോർ സർട്ടിഫിക്കേഷൻ ആൻഡ് ഇൻസ്പെക്ഷൻ ബോഡിയുടെ തന്നെ ഒരു പാർട്ടാണ് ഏത് NABCB എന്ന് പറയുന്നത്. ഒന്ന് റീഡ് ചെയ്യാവോ ആ ഒരു പോയിന്റ്?
റീഡ് ചെയ്തോ? നന്നായിട്ട് നോക്കിയിട്ട് വരാം. ഒരു ടഫായിട്ടുള്ള പോർഷൻസ് ആണ് ഞാൻ എടുത്തത്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ നമ്മൾ സമ്മപ്പ് ചെയ്ത് പറയാം. നമ്മൾ എടുത്ത പോർഷൻസ് സമ്മപ്പ് ചെയ്ത് പറയാം. ആ ബെനിഫിറ്റ്സ് ഒഴികെ ബാക്കി രണ്ടും സ്റ്റാൻഡേർഡ്സ് ആയാലും ഈ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ ആയാലും ഇത്ര ടഫാണ്. നന്നായിട്ട് നോക്കുക. എന്നിട്ട് റീഡ് ചെയ്തിട്ട് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ.